ഒരുപക്ഷേ ശ്രീമതി വീണ വിജയനേക്കാളും അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനേക്കാളും കൂടുതൽ വെട്ടിലാകുന്നത് ഇവിടെ ഇടതുപക്ഷമാണ്. കാരണം ഈ ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിനെ ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സമയത്ത് ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഈ കമ്പനികൾ തമ്മിലുള്ള എൻഗേജ്മെൻ്റ് എല്ലാം തന്നെ സുതാര്യവും നിയമപരവുമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാനാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാർട്ടി നേതാക്കളുടെ മക്കളെ പല വിഷയങ്ങളിലും അവരുൾപ്പെട്ടിട്ടുള്ള വിവാദമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊന്നും തന്നെ അവരെല്ലാം തീർച്ചയായിട്ടും 100% കൈയൊഴിഞ്ഞ് അതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്നൊക്കെയുള്ള നിലപാടെടുത്തിരുന്ന പാർട്ടി അവിടെ നിന്ന് പെട്ടെന്നൊരു യൂ ടേൺ എടുക്കുകയാണ്. അങ്ങനെ യൂ ടേൺ എടുത്തുകൊണ്ട് ഇവിടെ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നോ CMRLൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവിടെ നിക്ഷേപമുള്ള KSIDCയുടെ ഭാഗത്തു നിന്നോ ഒരു വിശദീകരണവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എടുപിടിയിലാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കുന്നത്. ആ പ്രസ്താവനയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, മുഖ്യമന്ത്രിയുടെ മകളെ മാത്രമല്ല, ആ മകൾ എൻഗേജ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് ഏതൊരു കമ്പനിയുമായിട്ടാണോ ആ കോൺട്രാക്റ്റ് നിയമപരവും സുതാര്യവും എന്നാണ് പറയുന്നത്. അപ്പോൾ CMRL എന്ന് പറയുന്ന കമ്പനിയെ കൂടി ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥയാണ് CPMൻ്റെ സെക്രട്ടേറിയറ്റിനുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് അത് സുതാര്യവും നിയമപരവുമാണ് എന്നവർ പറയുമ്പോൾ ഇപ്പോൾ ROC കണ്ടെത്തിയിരിക്കുന്നതനുസരിച്ച് അവിടെ കുറേയധികം വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്, അത് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടിൽ ക്രമക്കേടുകൾ എങ്ങനെയാണ് ഉണ്ടാവുക? അഥവാ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് സുതാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? രണ്ടാമത്, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ ROC ബാംഗ്ലൂരിൻ്റെ കണ്ടെത്തലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് കണ്ടുവെന്നാണ്. അപ്പോൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ക്രമവിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു എൻഗേജ്മെൻറ്റിലുണ്ട് എന്നുള്ളതിനെപ്പറ്റി അതിന് ചുമതലപ്പെട്ടിരിക്കുന്ന ഒരു നിയമ സംവിധാനം, അതിന് അർഹതയുള്ള കമ്പനീസ് ആക്ട് വഴി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കണ്ടെത്തിയിരിക്കുമ്പോൾ അതിനെയാണ് മുമ്പ് ഇതേപോലെ വെള്ളപൂശി വെളുപ്പിക്കാനായിട്ട് CPM ഉൾപ്പെടെ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയും പിന്നീട് CPMൻ്റെ സൈബർ അണികളടക്കം അതൊരു പ്രധാനപ്പെട്ട ക്യാപ്സൂളായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ് വീണയെ കേട്ടില്ല, അല്ലെങ്കിൽ വീണയുടെ കമ്പനിയെ കേട്ടില്ല എന്ന് പറയുന്നത്. അത് മുഖ്യമന്ത്രി പത്രസമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ വീണയെ കേട്ടു, വീണയുടെ കമ്പനിയെ കേട്ടു, പക്ഷേ അവിടെ ഹാജരാക്കാൻ പറയുന്ന സമയത്ത് അവരുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ല എന്നും ഈ കോൺട്രാക്റ്റ് അവർക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, ഇവരുടെ കേപ്പബിലിറ്റി എന്താണ്, ഏത് മാർഗ്ഗത്തിൽ കൂടിയാണ് ഇവരിതിൽ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള എൻഗേജ്മെൻ്റാണ് നടത്തിയിരിക്കുന്നത്, എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത്, ഇതിനെപ്പറ്റിയൊന്നും തന്നെ ഒരു രേഖയും ഹാജരാക്കാനില്ല. രേഖകൾ സമർപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രേഖകളൊക്കെ പരിശോധിക്കാനുള്ള സമയമെങ്കിലും എടുക്കുമായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ ഈ പറയുന്നത് പോലെ ഡൂബിയസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, സംശയാസ്പദമായിട്ടുള്ള നിരവധി ഇടപാടുകൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ കമ്പനികളെല്ലാം ന്യായീകരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു നെക്സസ് ആയിട്ട് പ്രവർത്തിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് കമ്പനികളെയും ന്യായീകരിക്കുന്ന സമയത്ത് തന്നെ CMRLൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വിശദീകരണങ്ങൾ നോക്കൂ. അത് അന്വേഷിച്ചിരിക്കുന്നത് ROC എറണാകുളമാണ്. അവർ പറയുന്നത് CMRLനോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടികൾ ഒന്നുകിൽ വേഗാണ് എന്നാണ്, അതായത് വ്യക്തമല്ലാതെ അവ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഇവേസീവാണ്, അതായത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവർ ഒഴിഞ്ഞു മാറുന്നു.